ഇന്നലെ ഇതിൽ നിറയെ വെള്ളമായിരുന്നു. ആ വെള്ളമെല്ലാം എങ്ങോട്ട് പോയി? ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയോ? അതോ ആരെങ്കിലും കുടിച്ചോ? ശരിക്കും ഈ മഴ എവിടെ നിന്നാണ് വരുന്നത്? അത് ആകാശത്തു നിന്ന് പെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ ആദ്യം വെള്ളം അവിടെ എങ്ങനെ എത്തുന്നു? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? Are you ready? Let's explore! അപ്പോൾ നമുക്ക് തുടങ്ങാം. വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കപ്പെടുന്ന വളരെ രസകരമായ ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമാണ് മഴ. സൈക്കിൾ എന്നാൽ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാലവും. അപ്പോൾ മഴ എവിടെ നിന്ന് വരുന്നു എന്നതിൽ നിന്ന് തുടങ്ങാം. ഭൂമിയിൽ എല്ലായിടത്തും വെള്ളമുണ്ട്. സമുദ്രങ്ങളിലും നദികളിലും തടാകങ്ങളിലും ചെറിയ കുഴികളിൽ പോലും. സൂര്യൻ ഈ വെള്ളത്തിന്മേൽ പ്രകാശിക്കുകയും ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വെള്ളം ചൂടാകുമ്പോൾ രസകരമായ ഒരു കാര്യം നടക്കുന്നു. വെള്ളം നമുക്ക് കാണാനാവാത്ത ഒരു രൂപത്തിലേക്ക് മാറാൻ തുടങ്ങുന്നു. നീരാവി അഥവാ വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്ന വളരെ വളരെ ചെറിയ കണങ്ങളായി മാറുന്നു. എന്നിട്ട് വായുവിലേക്ക് പൊങ്ങിപ്പോകുന്നു. അവ വ്യാപിക്കുമ്പോൾ നമുക്കവയെ കാണാൻ പോലും കഴിയില്ല, അത്ര ചെറുതാണ്. വെള്ളം ഏതാണ്ട് വായുവിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. അതിനെയാണ് ഇവാപൊറേഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലായിടത്തും സംഭവിക്കുന്നു. നനഞ്ഞ തുണികൾ ഉണങ്ങുന്നു. ചൂടുള്ള ദിവസം വിയർക്കുന്നത് പോലും ആവിയായി പോകുന്നു. ഇങ്ങനെ വെള്ളത്തെ ചൂടാക്കി ആവിയാക്കാൻ സൂര്യൻ സഹായിക്കുന്നു. അങ്ങനെ ഈ നീരാവി ആകാശത്തേക്ക് പൊങ്ങി പൊങ്ങി പോകുന്നു. എന്നാൽ പിന്നീട് അത് വളരെ ഉയരത്തിലെത്തുമ്പോൾ ഒരു കാര്യം നടക്കുന്നു. എന്റെ ഗ്ലാസിന്റെ പുറത്തുള്ള ഈ ചെറിയ വെള്ളത്തുള്ളികൾ കണ്ടോ? ഇതെങ്ങനെ വന്നു? ചുറ്റുമുള്ള വായുവിൽ നീരാവിയുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ചൂടുള്ള നീരാവി തണുത്ത എന്തിലെങ്കിലും തട്ടുമ്പോൾ വീണ്ടും വെള്ളത്തുള്ളികളായി മാറുന്നു. അതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. നീരാവി തണുക്കുമ്പോൾ അത് വീണ്ടും ചെറിയ വെള്ളത്തുള്ളികളായി മാറുന്നു. തണുത്ത ഗ്ലാസുകളിലും ചൂടുള്ള കുളിക്ക് ശേഷം ബാത്റൂം കണ്ണാടികളിലും രാവിലെ പുല്ലുകളിലെ മഞ്ഞത്തുള്ളിയായും ഒക്കെ നമ്മൾ ഇത് കാണാറുണ്ട്. അപ്പോൾ ഈ നീരാവി മുഴുവൻ ആകാശത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ശരിക്കും തണുപ്പാണ്. അതെ, കണ്ടൻസേഷൻ. അപ്പോൾ ഈ നീരാവിയൊക്കെ തണുക്കുകയും കോടിക്കണക്കിന് ചെറിയ വെള്ളത്തുള്ളികളായി മാറുകയും ചെയ്യും. ആകാശത്തിങ്ങനെ കോടിക്കണക്കിന് ചെറിയ വെള്ളത്തുള്ളികൾ ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾക്ക് മേഘങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് മേഘങ്ങൾ നിറയെ ചെറിയ വെള്ളത്തുള്ളികളുണ്ട്. ഈ തുള്ളികൾ വളരെ ചെറുതായതുകൊണ്ട് അവ മേഘത്തെ പൊങ്ങിക്കിടക്കുന്നു. പക്ഷെ മേഘം താഴെ നിന്ന് കൂടുതൽ കൂടുതൽ നീരാവി ശേഖരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ വളരെയധികം വെള്ളമുള്ളതിനാൽ തുള്ളികൾ പൊങ്ങിക്കിടക്കാൻ കഴിയാത്തത്ര ഭാരമുള്ളതായി തീരുന്നു. അവ മഴയായി വീഴുന്നു. മേഘങ്ങളിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴെ വീഴുന്നതിനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ആകാശത്ത് നിന്ന് വെള്ളം താഴെ വീഴുന്നതിനുള്ള ശാസ്ത്രീയമായ വാക്കാണിത്. അത് മഴയോ മഞ്ഞോ എന്തിന് ആലിപ്പഴമോ ആകട്ടെ, ആ വെള്ളമെല്ലാം നിലത്തേക്ക് വീഴുന്നു. കുളങ്ങളിലേക്ക്, നദികളിലേക്ക്, തടാകങ്ങളിലേക്ക്, സമുദ്രത്തിലേക്ക്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്നാൽ ഇതൊരു സൈക്കിളാണ്. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? മഴ സമുദ്രത്തിലേക്കും നദികളിലേക്കും വീഴുന്നു. സൂര്യൻ ആ വെള്ളത്തെ ചൂടാക്കുന്നു. അത് നീരാവിയായി മാറുന്നു. ആ നീരാവി മുകളിലേക്ക് പോകുമ്പോൾ തണുക്കുന്നു. തണുക്കുമ്പോൾ അത് മേഘങ്ങളായി മാറുന്നു. പിന്നീട് മഴയായി വീഴുന്നു. എന്നിട്ട് എല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. ഇത് കോടിക്കണക്കിന് വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവാപൊറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ. പിന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. ഇനി കുറച്ച് ഫൺ ഫാക്ട്സ് ആയാലോ? ഒരു മഴത്തുള്ളി മണിക്കൂറിൽ ഏകദേശം 30 കിലോമീറ്റർ വേഗതയിൽ വീഴുന്നു. അത്
നിങ്ങളുടെ അയൽപ്പക്കത്തിലൂടെ ഓടുന്ന ഒരു കാറിന്റെ വേഗതയ്ക്ക് തുല്യമാണ്. ഒരു വലിയ മേഘത്തിന് ദശലക്ഷക്കണക്കിന് ഗാലൻ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. ആയിരക്കണക്കിന് സ്വിമ്മിംഗ് പൂളുകൾ പോലെ മേഘങ്ങൾ ഇങ്ങനെ ആകാശത്ത് ഒഴുകി നടക്കുകയാണ്. ഇന്ന് മഴയായി പെയ്യുന്ന വെള്ളം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകൾ കുടിച്ച അതേ വെള്ളമാകാം. വാട്ടർ സൈക്കിളിൽ അത് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതാണ് വാട്ടർ സൈക്കിൾ. വെള്ളം മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, അത് എന്നേക്കുമായി തുടരുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ റീസൈക്ലിംഗ് സിസ്റ്റം. ഒരേ വെള്ളം വീണ്ടും വീണ്ടും. അടുത്ത തവണ മഴ പെയ്യുമ്പോൾ ആ വെള്ളം എവിടെ നിന്ന് വന്നു, അടുത്തതായി എവിടേക്ക് പോകുന്നു എന്നതിൻ്റെ മുഴുവൻ കഥയും നിങ്ങൾക്കറിയാം. അടുത്ത തവണ കാണാം.